ഹായ്, ഇസ്മി ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈവ് ഹാസ് ടു ഗോ ഓൺ, ഓൾവേസ് പോസിറ്റീവ് ബൈ. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നവംബർ 23 ശനിയാഴ്ച പുറത്തു വന്നു. റെക്കോർഡ് വിജയമാണ് നിലവിലെ ഭരണകക്ഷിയായ മഹായുതി സഖ്യം ഇവിടെ നേടിയെടുത്തത്. ആകെയുള്ള 288 സീറ്റുകളിൽ 233 സീറ്റുകളും വിജയിച്ചുകൊണ്ട് മഹായുതി സഖ്യം റെക്കോർഡ് വിജയം അവിടെ നേടി. പ്രതിപക്ഷ പാർട്ടിയായ മഹാവികാസിന് വെറും 49 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു. അങ്ങനെ വളരെ ഉജ്ജ്വലമായ വിജയം നേടിയപ്പോൾ ഇപ്പോഴവിടെ വലിയൊരു തർക്കം നടക്കുകയാണ്. ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നത്. അതായത് രണ്ടുപേരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകക്ഷിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഏകനാഥ് ഷിൻഡെയും അതോടൊപ്പം ഉപമുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ പേരുകളാണ് കേൾക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കണമോ അതോ ഉപമുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കണമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ BJP നേതൃത്വം. കാരണം രണ്ടുപേർക്കും നല്ല സപ്പോർട്ടാണ് BJPയിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. അതായത് രണ്ട് തട്ടിലാണെന്ന് പറയാം. അതായത് ഷിൻഡെയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരു ഭാഗത്ത്, ദേവേന്ദ്ര ഫഡ്നാവിസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മറ്റൊരു ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളൊരു തലവേദനയിലാണ് BJP നേതൃത്വം. കാരണം ഒരാൾ മുഖ്യമന്ത്രിയായിരുന്നു, ഒരാൾ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വേണ്ടി MLA-മാരിങ്ങനെ മുറവിളി കൂട്ടുകയാണെന്ന് പറയാം. രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഇത് പാർട്ടിക്കകത്ത് തന്നെ രണ്ട് തട്ടിലാണെന്നുള്ളതും BJPക്ക് തലവേദന സൃഷ്ടിക്കുന്നു. റെക്കോർഡ് വിജയമാണ് മഹായുതി സഖ്യം ഇലക്ഷനിൽ നേടിയെടുത്തത്. മഹാരാഷ്ട്രയെ നോക്കുമ്പോൾ 2019 ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷന് ശേഷം നടക്കുന്ന 2024 നടക്കുന്ന ഇലക്ഷൻ, ഈ ഇലക്ഷൻ 5 വർഷത്തിനിടയിൽ, ഇലക്ഷന് മുന്നോടിയായിട്ട് 5 വർഷത്തിനിടയിൽ 3 മുഖ്യമന്ത്രിമാരെ മഹാരാഷ്ട്ര സംസ്ഥാനം കണ്ടു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അതിൽ അവസാനമായിട്ട് 2.5 വർഷം ഇവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഏകനാഥ് ഷിൻഡെയും ദേവേന്ദ്ര ഫഡ്നാവിസും. അതുകൊണ്ട് തന്നെ ഏകനാഥ് ഷിൻഡെ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ പോപ്പുലറാണ്, ജനങ്ങൾക്ക് കൂടുതൽ, അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് അടുത്തിടപെടുന്ന നേതാവാണ് ഏകനാഥ് ഷിൻഡെ. അതോടൊപ്പം ദേവേന്ദ്ര ഫഡ്നാവിസിനെ നോക്കുമ്പോൾ അദ്ദേഹം വികസനം, അല്ലെങ്കിൽ ആ ഒരു മോഡൽ ഭരണത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന് ആകർഷിക്കുന്ന ഒരു, അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു നേതാവാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. അതുകൊണ്ടാണ് ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരു മുറവിളി പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നത്. ഏതായാലും രണ്ടുപേർക്കും വേണ്ടിയുള്ള മുറിവിളികൾ ഇങ്ങനെ ഉയരുകയാണ്. ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് അവിടുത്തെ BJP നേതൃത്വം എന്ന് പറയാം. റെക്കോർഡ് വിജയമാണ് മഹായുതി സഖ്യം നേടിയെടുത്തത്. മഹാവികാസ് പാർട്ടിക്ക് വെറും 49 സീറ്റുകളിൽ, പ്രതിപക്ഷ പാർട്ടിക്ക് 49 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു. മറ്റൊരു ഇതെന്താണെന്ന് വെച്ചാൽ ശിവസേന പാർട്ടിയുടെയും അതോടൊപ്പം അജിത് പവാറിൻ്റെ NCPയുടെയും പിന്തുണ ഏകനാഥ് ഷിൻഡെക്കുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഇവരുടെ എല്ലാം പിന്തുണകൾ ഏകനാഥ് ഷിൻഡെക്കാണ്. അപ്പോൾ അതും ഏകനാഥ് ഷിൻഡെക്ക് ഒരു മുൻതൂക്കം നൽകുന്നു. ഏതായാലും ആരെ തീരുമാനിക്കും, അല്ലെങ്കിൽ ആരെ അടുത്ത മുഖ്യമന്ത്രിയാക്കുമെന്ന ഒരു ആലോചനയിലാണ് അവിടുത്തെ BJP നേതൃത്വം. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ 2 ദിവസമായിട്ടും അതിൻ്റെ ആശങ്കകൾ ഇങ്ങനെ, അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരെ മുഖ്യമന്ത്രിയാക്കും എന്ന കാര്യത്തിൽ. ഏകനാഥ് ഷിൻഡെയോ അതോ ദേവേന്ദ്ര ഫഡ്നാവിസോ ആര് മുഖ്യമന്ത്രിയാവും എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.